വാങ്ങിച്ചു. അതിനകത്ത് ഈ 4 പീസായിട്ട് അവർ മുറിച്ചാണ് തരുന്നത്. ടിപ്പിക്കലായിട്ടുള്ള തായ് ഡിഷസ് ആണ്, അതായത് സ്റ്റർ ഫ്രൈഡ് നൂഡിൽസ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടാണ് കേട്ടോ. ഈ കോഴിയുടെ കാലില്ലേ, നമ്മൾ വെട്ടിക്കളയുന്ന സാധനം, ആ കാലും മിൻസ്ഡ് മീറ്റും കൂടെ ഇട്ടിട്ടുള്ള ഒരു റെഡ് കറിയാണ്. പിന്നെ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാം. ഇതും കൂടെ അവർ തരും. അത് വേറെ ഇത് വെച്ചിട്ടുണ്ട് ഡക്ക് സൂപ്പ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇന്ത്യൻ ഓപ്ഷനും ഉണ്ട്, ചിക്കൻ ബിരിയാണി വിത്ത് റൈസ് ആൻഡ് കറി. അത് ഈ കാണുന്നതാണ് കിട്ടിയ കാർഡ്, പ്യൂർ ആയിട്ടില്ല. ആൻഡ് ഇത് 3 റൈസും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും. അപ്പോൾ ഇനി ടേസ്റ്റിംഗ് ടൈം ആണ്. വേറെ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇതൊരു ഫുഡ് ചാലഞ്ച് വീഡിയോ ആണ്. അതായത് 100 തായ് ബാട്ട് കൊണ്ട് എന്തൊക്കെ തായ് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണത്. 100 തായ് ബാട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് അറൗണ്ട് 250 to 260 ഇന്ത്യൻ റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇതൊരു മസ്റ്റ് വാച്ച് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ബാങ്കോക്കിലുള്ള ടെർമിനൽ 21 എന്ന് പറയുന്നൊരു ഷോപ്പിംഗ് മോളിലാണേ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെയോ ഫുഡ് എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. കുറേ സ്റ്റോൾസ് ഇട്ട് എന്തൊക്കെയോ ഇവരിവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിലും നമ്മുടെ ഫുഡ് ചലഞ്ച് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നല്ല കേട്ടോ. ഇവർക്കൊരു ഫുഡ് കോർട്ടുണ്ട്, അതായത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ പ്യൂർ 21 എന്ന് പറയുന്നൊരു ഫുഡ് കോർട്ടുണ്ട്. ആ ഒരു ഫുഡ് കോർട്ടിലാണ് നമ്മുടെ ഫുഡ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തായ് ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് കേട്ടോ. കാരണം അവിടെ നമുക്ക് ഈ തായ് ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രീറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സെയിം പ്രൈസാണ്, അതായത് ഓവർ പ്രൈസ്ഡ് അല്ല. നോർമലി ചില ഷോപ്പിംഗ് മോൾസിലൊക്കെ നമ്മൾ പോയി തായ് ഫുഡ് വാങ്ങിക്കുമ്പോൾ പ്രൈസസ് ഹയർ സൈഡിലായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നോർമൽ പ്രൈസ് തന്നെയാണ്. മാത്രമല്ല ഇതൊരു ഷോപ്പിംഗ് മോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഹൈജീൻ സ്റ്റാൻഡേർഡ്സൊക്കെ എക്സ്പെക്റ്റും ചെയ്യാം. ഞാൻ പറയുന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഹൈജീൻ അല്ല എന്നല്ല കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് ഒരു പക്ഷേ അത് ഹൈജീൻ ആണെങ്കിലും സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ടൊരു മടി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മേ ബി ദേ ക്യാൻ ട്രൈ ഇറ്റ് ഫ്രം ദി ഷോപ്പിംഗ് മോൾ. ആൻഡ് ഇവിടെയും പ്രൈസും സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ നേരെ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. ഈ ഒരു എസ്കലേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇറ്റ്സ് ലൈക്ക് റിയലി ലോങ്. അതായത് ലൈക്ക് 4-5 ഫ്ലോർസ് ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ എസ്കലേറ്ററാണത്. അപ്പോൾ ഇവിടെ ബാങ്കോക്കിൽ ഇങ്ങനത്തെ എസ്കലേറ്റർ ഈ ഒരു ഷോപ്പിംഗ് മോളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാങ്കോക്കിലൊന്നല്ല, എനിക്കൊന്നും എല്ലാ കൺട്രീസും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എസ്കലേറ്റേഴ്സ് കുറവാണ്. ചൈനയിലൊക്കെയാണ് ഇങ്ങനത്തേക്ക് കാണാറല്ലേ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വഴി കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു ലബനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതല്ലാതെ ഈ ഒരു ഷോപ്പിംഗ് മോളിൻ്റെ എല്ലാ ഫ്ലോർസിലും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ജ്യൂസ് ഷോപ്സും കാഫേസും ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട് തന്നെ പല ഫ്ലോർസിലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടാണ്. അതായത് തായ് ഫുഡ് കഴിക്കാൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പ്യൂർ 21, ഇത് കാണുന്നുണ്ടോ, പ്യൂർ 21 അതാണ് ആ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫുഡ് കോർട്ടിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ കൗണ്ടറിൽ പോയിട്ട് നമ്മളൊരു കാർഡ് വാങ്ങിക്കണം. എത്രയാണോ എമൗണ്ട് ആ ഒരു എമൗണ്ട് ലോഡ് ചെയ്തിട്ട് കാർഡ് വാങ്ങിക്കുക. എന്നിട്ട് ആ കാർഡ് ഉപയോഗിച്ച് ഓരോ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുക. അതായത് നമ്മൾ ഈ നാട്ടിൽ ലൂലുലു ഫണ്ടിയൂറയിലൊക്കെ പോകുമ്പോൾ ആദ്യം കാർഡ് എടുക്കത്തില്ലേ ലോഡ് ചെയ്തിട്ട്, ആ ഒരു സെയിം സിസ്റ്റമാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ കാർഡിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഗെയിൻ കൗണ്ടറിൽ പോയാൽ അവർ ക്യാഷ് ആയിട്ട് തിരിച്ചു തരും. സോ ബാലൻസ് അവിടെ വേസ്റ്റായി പോകത്തുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് മോളിൽ ഓരോ ഫ്ലോറും ഓരോ കൺട്രിയുടെ തീമാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ്, അതായത് ഈ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ US തീമാണ്. അപ്പം അങ്ങനത്തെ US കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്ലോറിൽ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അതേപോലെ വേറെ ഫ്ലോർസിൽ UK, പിന്നെ ടർക്കി, ഇസ്താൻബുൾ, പിന്നെ ഇറ്റലി, റോം, അങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വളരെ നല്ലൊരു ഷോപ്പിംഗ് മോളാണ്. ചുമ്മാ ഇങ്ങനെ കറങ്ങാനായിട്ട് കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ലാസ്റ്റ് ഫൈനൽ ഫ്ലോറിലെത്തി. ഇനി നമുക്ക് ആദ്യം കാർഡ് എടുക്കാം, അതായത് ക്യാഷ് ലോഡ് ചെയ്തിട്ട് കാർഡ് എടുക്കണം. ഞാനിവിടെ 100 തായ് ബാട്ട് എന്തൊക്കെ വാങ്ങിക്കാമെന്നേ കാണിക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ കൂടുതൽ എമൗണ്ട് ഇവിടെ കാർഡിൽ ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം അവസാനം ഈ കാർഡിലുള്ള ബാലൻസ് എങ്ങനെയാണ് തിരിച്ച് റീഫണ്ട് ചെയ്ത് വാങ്ങിക്കുന്നതെന്നുള്ളതും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പ്രൊസീജിയർ എന്താണെന്നുള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കൂപ്പൺ കൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് കേട്ടോ എമൗണ്ട് കൊടുക്കേണ്ടത്. ഇവിടെ കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ QR പേയ്മെൻറ്റാണ്. പക്ഷേ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് QR പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഗൂഗിൾ പേ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ക്യാഷാണ് ഓപ്ഷൻ. അപ്പോൾ ക്യാഷ് കയ്യിൽ കരുതിയേക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 300 തായ് ബാട്ട് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ കുറച്ച് കൂടുതൽ എമൗണ്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് അത് റീഫണ്ട് വാങ്ങിക്കുന്നതും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കിട്ടിയ കാർഡ്, പ്യൂർ 21 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ ഈ കാണുന്ന ഷോപ്സിലെല്ലാം ഈ കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഉള്ള കടകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് വാങ്ങിച്ചതെന്നും അതെങ്ങനെ ഉണ്ടായിരുന്നെന്നും പറയാം കേട്ടോ.
ആദ്യം തന്നെ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ ഒരു കൗണ്ട് കണ്ടോ. അതായത് നിങ്ങൾക്കറിയാമല്ലോ, തായ്ലൻഡിലെ കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതിൻ്റെ ഇവിടെ കോക്കനട്ട് ഫ്ലേവറിൽ ഐസ്ക്രീംസ്, അതൊരു മസ്റ്റ് ഡെസേർട്ട് ഐറ്റമാണ്. അതിൻ്റെയൊക്കെ പ്രൈസ് 26 തായ് ബാട്ടൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, ഇവിടെ ജാപ്പനീസ് ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണുന്നത് സൂഷി ഷോപ്പാണ്, കണ്ടല്ലോ. അപ്പോൾ ജാപ്പനീസ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇനി ഇങ്ങനെ നടക്കാം, നോക്കട്ടെ. ഇവിടെ പിന്നെയും സൂഷി ജാപ്പനീസ് ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടിൽ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ. കാരണം നല്ല പ്രൈസ് വളരെ കുറവാണ്, എന്നാൽ ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം വരുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ സ്റ്റോൾസായിട്ട് നോക്കാവേ. അപ്പോൾ ആദ്യത്തെ ഷോപ്പ് ഇതാണ്. ഇവിടെ സ്റ്റർ ഫ്രൈഡ് നൂഡിൽസൊക്കെയാണ് സെല്ല് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന എല്ലാം പാസ്താസ്, മാക്രോണീസ് അങ്ങനത്തെ സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ പ്രോൺസ്, സ്ക്വിഡ് അതായത് സീ ഫുഡ് കമ്പൈൻ ചെയ്യാം, പിന്നെ പോർക്ക് കമ്പൈൻ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ പ്രൈസൊക്കെ എന്ന് പറഞ്ഞാൽ 40 തായ് ബാട്ട്, അതായത് ഒരു പ്ലേറ്റിന് 40 തായ് ബാട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ഷോപ്പിലേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. അപ്പോൾ അത് ഇവിടെ കണ്ടോ, ടിപ്പിക്കലായിട്ടുള്ള തായ് ഡിഷസാണ്. അതായത് സ്റ്റർ ഫ്രൈഡ് നൂഡിൽ വിത്ത് പ്രോൺസ്, പിന്നെ സ്റ്റിക്കി റൈസ് വിത്ത് മിൻസ്ഡ് ചിക്കൻ, മിൻസ്ഡ് പോർക്ക്, അങ്ങനത്തെ ഡിഷസൊക്കെയാണ്. ഇത് ടിപ്പിക്കൽ തായ് ഡിഷാണ്. അതിൻ്റെയും പ്രൈസ് 35-40 റേഞ്ചൊക്കെയാണ്. ആകെ ഒരു പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് മാത്രം 75 ബാട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് കാണിക്കുന്നത്. വേറെ പിന്നെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു വലിയൊരു പാത്രത്തിൽ സൂപ്പൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡക്ക് സൂപ്പ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഒരു ആവറേജ് പ്രൈസ് നോക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നൊരു 40 തായ് ബാട്ട് കണ്ടു. ഇതെല്ലാം 35 ഒരു 40 തായ് ബാട്ടൊക്കെയാണ്. 40 തായ് ബാട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 100 ഇന്ത്യൻ റുപ്പീസേ ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു നേരം നിങ്ങൾക്ക് ആക്ച്വലി ടമ്മി ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഇതിൻ്റെ കൂടെ ഒരു കപ്പ് റൈസും ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ മീറ്റ് നിങ്ങൾ ഏതാണോ എടുക്കുന്നത്, ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് കാണും, അതല്ല പോർക്കാണെന്നുണ്ടെങ്കിൽ പോർക്ക് ഓപ്ഷൻ കാണും. പിന്നെ ഇവിടെ എഴുതിയേക്കുന്നുണ്ട് ടേക്ക് ഹോം ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 5 ബാട്ട്, അതായത് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ടിൽ എക്സ്ട്രാ ഒരു 5 ബാട്ട് കൂടെ ആകും. പിന്നെ ഇത് വേറൊരു ഷോപ്പാണ്. അവിടുത്തെ മെനു കാർഡാണ് ഈ കാണുന്നത്, കണ്ടോ. സ്റ്റർ ഫ്രൈഡിൻ്റെയൊക്കെ പ്രൈസ് അവിടെയും 40 തായ് ബാട്ട് 45 തായ് ബാട്ടൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഐറ്റംസ്. മിൻസ്ഡ് ചിക്കൻ, മിൻസ്ഡ് മീറ്റ്, പിന്നെ അതല്ലാതെ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടാണ് കേട്ടോ. ഈ സ്റ്റിക്കി റൈസിൻ്റെ കൂടെ കാഷ്യൂ ചിക്കൻ അല്ലെങ്കിൽ സ്റ്റിക്കി റൈസിൻ്റെ കൂടെ മിൻസ്ഡ് പോർക്ക് പറയുന്നത് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണത്. പിന്നെ ഇവിടുത്തെ ടോംയം സൂപ്പൊക്കെ ഉണ്ടല്ലോ, ടോംയം സൂപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ്. അതും ഈ ഒരു പോർഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതുണ്ട്, ഈ കാണുന്നതെല്ലാം ഇവിടെ ഉള്ള ഫുഡ് ഓപ്ഷൻസ് ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓട്ടിച്ച് കാണിച്ച് പോവുകയാണ്, കാരണം നിങ്ങൾക്കൊന്ന് കാണാനായിട്ടാണ്, എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാനായിട്ടാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇന്ത്യൻ ഓപ്ഷനും ഉണ്ട്. വേണ്ട കണ്ടോ, ചിക്കൻ ബിരിയാണി വിത്ത് റൈസ് ആൻഡ് കറി, ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ് ആൻഡ് കറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ഫുഡും ഉണ്ട്. അതിൻ്റെ പ്രൈസും 35 തായ് ബാട്ടും 40 തായ് ബാട്ടും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ടിപ്പിക്കൽ നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ആൻഡ് ഈ ഫ്രൈഡ് ചിക്കൻ ഞാൻ ഒരെണ്ണം വാങ്ങിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ അടുത്ത് നിങ്ങളിവിടെ വന്നാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ട് ആയിട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ തായ്ലൻഡിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യുക. അതായത് ആ സ്റ്റിക്കി റൈസിൻ്റെ കൂടെ കുറച്ച് മാംഗോ പീസസും പിന്നെ ഒരു സ്വീറ്റ് കോക്കനട്ട് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതും കൂടെ അവർ തരും. അത് നല്ലൊരു ട്രൈ ആയിട്ടാണ് കേട്ടോ. അതിൻ്റെയും പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഇവിടെ ആക്ച്വലി ഈ ഒരു ഫുഡ് കോർട്ടിലെ മെജോറിറ്റി ഫുഡ് ഐറ്റംസും ഈ ഒരു 35, 40, 45 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ. പിന്നെ ഇനി എന്താ, പിന്നെ അടുത്തൊരു ഷോപ്പിൽ തായ് കറികളൊക്കെ ഇരിപ്പുണ്ട്. അത് ഇരിക്കുന്നുണ്ടോ, ഇത് കോഴിയുടെ കാലില്ലേ നമ്മൾ വെട്ടിക്കളയുന്ന സാധനം, ആ കാലും മിൻസ്ഡ് മീറ്റും കൂടെ ഇട്ടിട്ടുള്ളൊരു റെഡ് കറിയാണ്. പിന്നെ അതേപോലെ പോർക്കിൻ്റെ എന്തോ കറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തായ് കറി ആയിട്ടുള്ള ഡിഷസാണ് കേട്ടോ. അപ്പോൾ ഇതും ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്രഷ് ജ്യൂസസ് സെർവ് ചെയ്യുന്ന കുറേ കടകളും ഇവിടെ ഉണ്ട്. അതായത് ഷേക്സ് ആണെങ്കിലും അതല്ല ജ്യൂസസ് അവരിങ്ങനെ ഒരു പാക്കറ്റിലായിട്ട് വെച്ചിട്ടുണ്ടാകും കുറച്ച് ഫ്രൂട്ട്സ്. അത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അവർ അടിച്ച് നമുക്ക് തരും. പിന്നെ അതല്ലാതെ ഐസ് ടീ, തായ് മിൽക്ക് ടീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇരിക്കുന്ന കറുത്ത സാധനം എന്താണെന്നറിയോ, ഇത് ബോബ എന്ന് പറയും ഇതിനെ. അതായത് ഇങ്ങനെ കറുത്ത കളർ ജെല്ലി പോലത്തെ ബോൾസ് ആണത്. അത് ബേസിക്കലി നമ്മുടെ ചൗരി പോലെയൊക്കെ ഇരിക്കും. അതിവിടെ എല്ലാ ഷേക്സിലും
അല്ലെങ്കിൽ തായ് മിൽക്ക് ടീയിലൊക്കെ ഇടുന്ന സംഭവമാണ് കേട്ടോ. എനിക്കൊന്ന് ബോബ ടീസൊക്കെ ഇപ്പോൾ നാട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഈ ഒരു കടയിൽ സ്റ്റേക്സ്, മോമോസൊക്കെ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കഴിക്കാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെയുള്ള എല്ലാ കടകളൊന്നും കാണിച്ചിട്ടില്ല, കുറേയൊക്കെ കാണിച്ചു. ഇനി ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നത് സ്റ്റിക്കി റൈസ് വിത്ത് കാഷ്യൂ ചിക്കൻ ആണ്. അപ്പോൾ ഇത് ഇവിടെ കാർഡ് ടാപ്പ് ചെയ്യുവാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ ഇത് ബാലൻസ് ഇനി എൻ്റെ കയ്യിൽ 268 ഉണ്ട്. കാരണം ടോട്ടൽ 300 അല്ലേ ഞാൻ ലോഡ് ചെയ്തത്. അപ്പോൾ അതിൽ 32 കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഓർഡറാണ് അവിടെ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ പ്രിപ്പയർ ചെയ്യുമെന്ന് തോന്നുന്നു, നോക്കാം. യെസ്, അപ്പോൾ ചിക്കനും റെഡിയായി. അപ്പോൾ 100 ബാട്ടിൽ 32 ബാട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. ഇത് ക്വാണ്ടിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ഫുൾ കപ്പ് റൈസും പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കനും ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിടപ്പുണ്ട്. ഇനി അടുത്തത് ഇരിക്കുന്ന ആ ഫ്രൈഡ് ചിക്കൻ, അതൊരു പീസും കൂടെ വാങ്ങിക്കുകയാണ് കേട്ടോ. ഒരു പീസ് വാങ്ങിച്ചാൽ അത് അവർ മുറിച്ച് 4 ചെറിയ പീസായിട്ടായിരിക്കും സെർവ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് 30 തായ് ബാട്ടാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയിട്ട് കാണിക്കാം. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ റെഡിയായി. ഇതാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ. ഒരു പീസ് വാങ്ങിച്ചു, അതിനകത്ത് ഈ 4 പീസായിട്ട് അവർ മുറിച്ചാണ് തരുന്നത്. അപ്പോൾ ടോട്ടൽ 32 + 30, അതായത് 62 ബാട്ട് നമ്മൾ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇനി അടുത്ത കുടിക്കാനും കൂടെ എന്തെങ്കിലും വാങ്ങിക്കാം, കാരണം അപ്പോഴല്ലേ മീൽ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കടയിൽ കുറച്ച് ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ തായ്ലൻഡിൽ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കാർഡ് ടാപ്പ് ചെയ്യുവാണ്. എന്നിട്ട് കാർഡിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കാം. ഇത് കണ്ടല്ലോ, 213 തായ് ബാട്ടാണ് കാർഡിലെ ബാലൻസ്. ഈ 3 സംഭവങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ കഴിക്കാനായിട്ട് ഈ കട്ട്ലറീസ്, അതായത് സ്പൂണ് പോലത്തെ സംഭവങ്ങളൊക്കെ ഒരു കട്ട്ലറി സെക്ഷനിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ കണ്ടോ, ഇങ്ങനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതായത് സ്പൂൺ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാം യൂസ് ചെയ്യുന്നതിന് മുന്നേ. എന്നിട്ട് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് കണ്ടുപിടിക്കുക. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരു ഒഴിഞ്ഞൊരു സീറ്റ് കണ്ടുപിടിക്കട്ടെ. അങ്ങനെ സീറ്റും കിട്ടി. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വാങ്ങിച്ച 3 പ്രൊഡക്ട്സും കൂടെ എനിക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 87 തായ് ബാട്ടാണ് കേട്ടോ. അതായത് എനിക്ക് 250 ഇന്ത്യൻ റുപ്പീസ് പോലും ആയിട്ടില്ല. ആൻഡ് ഇത് 3 കൂടെ ഒരാൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ടമ്മി ഫില്ലിംഗ് മീലാണല്ലേ. പിന്നെ വേറൊന്നും കഴിക്കേണ്ടി വരത്തില്ല. അത്രയും ഹെവി ആയിട്ടുള്ളൊരു മീലായിരിക്കും. കാരണം ഒരു കപ്പ് റൈസും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനും പിന്നെ അതല്ലാതെ ഫ്രൈഡ് ചിക്കൻ്റെ 4 കുഞ്ഞ് പീസസും പിന്നെ ഒരു ഫുൾ കപ്പ് ജ്യൂസും ഇത്രയും കഴിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് ഒരു നേരത്തേക്കുള്ള ഒരു നല്ലൊരു മീലാണല്ലേ. ആൻഡ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് 200 രൂപ അടുപ്പിച്ച് ആകുന്നുള്ളൂ. ഇതാണ് തായ് ഫ്രൈഡ് ചിക്കൻ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കത്തില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ആദ്യം തന്നെ ഓറഞ്ച് ജ്യൂസ് കുടിക്കട്ടെ. കാരണം ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ, ഇവിടുത്തെ ഈ തായ് ഓറഞ്ച് ജ്യൂസ്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ജ്യൂസ് എക്സ്ട്രാക്റ്റ് ആണ്. എക്സ്ട്രാ ആഡഡ് ഷുഗേഴ്സ് ഒന്നും കാണത്തില്ല, പക്ഷേ നല്ല സ്വീറ്റും ആണ്. ഇപ്പോൾ ഇതിനകത്ത് അവർ ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഐസ് പോലും ഇല്ലാതെ വേറെ ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നിങ്ങൾ ഇവിടെ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ ഈ ഓറഞ്ച് ജ്യൂസ്. ഇറ്റ്സ് റിയലി യമ്മി. പിന്നെ കാഷ്യൂ ചിക്കനും അതും നല്ലൊരു ട്രൈ ആണ്. ലൈക്ക് അതും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതായത് ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ കുറച്ച് സോസസും കാഷ്നട്ടും വറ്റൽമുളകും എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു ഡിഷാണത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റുമായിട്ട് വളരെയധികം യോജിച്ച് പോകുന്നൊരു സംഭവമാണ്. ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ സ്റ്റിക്കി റൈസും അതും കൂടെ കഴിക്കാൻ നല്ലൊരു കോംബോയാണ്. എനിക്ക് പേഴ്സണലി ആക്ച്വലി സ്റ്റിക്കി റൈസ് ഒത്തിരി ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചായിരുന്നു.
പിന്നെ ഫ്രൈഡ് ചിക്കൻ, തായ് ഫ്രൈഡ് ചിക്കൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KFC പോലെ ഭയങ്കര ക്രിസ്പി അല്ല, പക്ഷേങ്കിലും അതിൻ്റെ ആ ഒരു സീസണിങ് ഒക്കെ നല്ലതാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചേക്കുന്ന എല്ലാം ചിക്കൻ ഡിഷസ് ആണ്. കാരണം ഞങ്ങൾ കഴിക്കുന്നത് ചിക്കനും പിന്നെ ബീഫാണ്. ബീഫിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കുറവാണ്. ഇവിടെ ചിക്കൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പോർക്കാണ് കേട്ടോ. ഇവർ കൂടുതലും പോർക്കൊക്കെയാണ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ പോർക്ക് കഴിക്കാത്തതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കാറുള്ളത്. നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോർക്കിൻ്റെ ഒരുപാട് ഡിഷസ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 100 തായ് ബാട്ടിന് എന്തൊക്കെ കിട്ടും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഞാൻ 100 പോലും സ്പെൻഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് 87 തായ് ബാട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇതൊക്കെ കിട്ടി. ഈ 3 ഐറ്റംസും നല്ല ടേസ്റ്റി ആയിരുന്നു, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. ആൻഡ് ഇത് ഒരാൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വയറ് നിറഞ്ഞ് തന്നെ പോകാനും പറ്റും. അപ്പോൾ നിങ്ങളിവിടെ വരുന്ന സമയത്ത് നിങ്ങൾ തായ് ഫുഡാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പ്രൈസ് ആവത്തുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫുഡിൽ കോസ്റ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തായ് ഫുഡ് കഴിക്കുക. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്. 2 പേർക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു 600 തായ് ബാട്ട്, അതായത് ഒരു 1500 ഇന്ത്യൻ റുപ്പീസൊക്കെ ആകും. അപ്പോൾ നിങ്ങൾക്ക് ചീപ്പായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ തായ് ഫുഡാണ് ഓപ്ഷൻ. ആൻഡ് അത് ടേസ്റ്റിയുമാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പക്ഷേ കഴിഞ്ഞില്ല കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളൂടെ ഉണ്ട്. അതായത് കഴിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്, നമ്മൾ കഴിച്ച പ്ലേറ്റ്സ് എല്ലാം കൊണ്ട് റിട്ടേൺ ഷെൽഫിൽ റിട്ടേൺ ചെയ്യുക. അതായത് നമ്മൾ കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഇറ്റ്സ് അവർ ഡ്യൂട്ടി. തിരിച്ചത് കൊണ്ട് റിട്ടേൺ ഷെൽഫിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം പോവുക. ഓക്കെ, അതിപ്പോൾ ഇവിടെ നിന്നല്ല, നിങ്ങൾ KFCയിലും McDയിലും ഒക്കെ പോകുമ്പോഴും അങ്ങനെ ചെയ്യുക. ആക്ച്വലി സ്റ്റാഫ് അത് ചെയ്യും, എന്നാലും നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലൊരു പ്രാക്ടീസാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കാർഡിൽ കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്യാഷ് റീഫണ്ടും കൂടെ വാങ്ങിക്കാം. കാരണം ആദ്യം 300 എന്തോ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് 200 സംതിങ് ഇപ്പോഴും ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ ബാലൻസും കൂടെ വാങ്ങിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ഈ കാർഡ് എടുത്ത കൗണ്ടറിൽ തന്നെ വരിക, വന്നിട്ട് അവിടെ ഈ കാർഡ് സബ്മിറ്റ് ചെയ്യുക. അപ്പം അതിനകത്തുള്ള ബാലൻസ് അവർ ക്യാഷ് ആയിട്ട് നമുക്ക് തരും കേട്ടോ. വേറെ ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല. അങ്ങനെ 100 തായ് ബാട്ടിൻ്റെ ഫുഡ് ചാലഞ്ച് 87 തായ് ബാട്ടിൽ ക്ലോസ് ചെയ്തു കേട്ടോ. ബാക്കി ഇതേ റീഫണ്ട് വാങ്ങിച്ച് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായിട്ട് കാണാം. താങ്ക് യു.